ഇത് പുല്ലിൽ കൂടെ വന്നുകൊണ്ട് അനക്കം കേൾക്കാൻ പറ്റിയില്ല. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ പെരിങ്ങൽകുത്തിൽ ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ചവിട്ടിക്കൊന്നു. വാച്ചുമരം കോളനിയിലെ രാജന്റെ ഭാര്യ വത്സയെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് ആന ആക്രമിച്ചത്. കോഴിക്കോട് കക്കയത്ത് സ്വന്തം കൃഷിയിടത്തിൽ വെച്ചാണ് പാലോട്ടിൽ അബ്രഹാം എന്ന കർഷകനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റ അബ്രഹാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിച്ചു. കക്കയത്തും പെരിങ്ങൽകുത്തിലും പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനം വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. നിരീക്ഷണം ശക്തമാക്കുമെന്ന പതിവ് പല്ലവിയാണ് വനമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്ന് വൈകിട്ട് 3 മണിയോടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അബ്രഹാമിന് കാട്ടുപോത്തിന്റെ കുത്തേൽക്കുന്നത്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഒന്നെങ്കിൽ വന്യമൃഗങ്ങളെ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുക, അല്ലെങ്കിൽ ഞങ്ങളെ വെടിവെച്ചു കൊല്ലുക. അതായത് എളുപ്പം, ഞങ്ങൾ വെടിവെച്ചു കൊല്ലുക. അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. ആവശ്യത്തിൽ ഉറപ്പ് ലഭിച്ചതോടെ 1 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചു. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിന്റെ സഹായധനം 48 മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം ഹർത്താൽ ആചരിക്കും. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. ആതിരപ്പള്ളി പെരിങ്ങൽകൂത്തിന് സമീപം വാച്ചുമരം കോളനിയിൽ ഊരുമുപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. വനത്തിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയതായിരുന്നു വത്സയും ഭർത്താവ് രാജനും. ഇതിനിടയിലെത്തിയ ഒറ്റയാൻ തുമ്പിക്കൈയിൽ ചുഴറ്റി എറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വത്സയെ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആദിവാസി തന്നെയാണ് കാടിന് പുറത്തെത്തിച്ചത്. പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തുമ്പോഴേക്ക് മരിച്ചിരുന്നു. വാഴച്ചാലിൽ നിന്ന് ആംബുലൻസ് ലഭ്യമാക്കിയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വത്സയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിൽ താമസമുണ്ടായി എന്നാരോപിച്ച് സനീഷ് കുമാർ ജോസഫ് രംഗത്തെത്തി. ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് അതിന് സമാധാനം പറയാതെ പോലീസ് പാവപ്പെട്ട ആദിവാസിയുടെ ബോഡിയുമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തോ ബന്ധപ്പെട്ട ആളുകൾ വരണ്ടേ? പാവപ്പെട്ട ഒരു ആദിവാസിയുടെ ജീവന് വിലയില്ലേ? അതേസമയം കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് BJP പ്രവർത്തകർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു. 24 കോഴിക്കോട്, തൃശൂർ. അതേസമയം കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA-യുടെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും നാളെ കോടതി ഉത്തരവ് പറയും. അതേസമയം കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി. കോതമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വാദം കേട്ടത്. ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകൻ വാദിച്ചു. ജീവനും സ്വത്തിനും ഭീഷണിയായപ്പോൾ ഉണ്ടായ പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നും പോലീസ് മൃതദേഹം കൊണ്ടുപോയതിനു ശേഷം മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. എന്ത് തരത്തിലുള്ള ഉപാധിയും അംഗീകരിക്കാമെന്നും പ്രതികൾ വ്യക്തമാക്കി. എന്നാൽ ആശുപത്രി ആക്രമണ കേസിൽ കസ്റ്റഡി അപേക്ഷ വെച്ച പോലീസ് പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ഉപദ്രവിച്ചതായും ആശുപത്രി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വാദം പൂർത്തിയാക്കിയ കോടതി കേസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി. ഇതോടെ 9-ന് ചേരുന്ന സർവകക്ഷി യോഗം നിർണായകമായിരിക്കുകയാണ്. 24 കൊച്ചി. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു.
രാവിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചു. എന്നാൽ പ്രതിഷേധത്തിനെതിരെ പരാതി ഇല്ല എന്ന് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. കാഞ്ഞിരവേലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാട്ടാനാക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ആ ഞെട്ടലിലാണ് ഒരു നാടൊന്നാകെ ഇന്ദിരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. 10 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണവുമായി ഇന്ദിരയുടെ സഹോദരൻ രംഗത്തെത്തി. മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ ഗുണ്ടായി പാർട്ടിയെ കാണിച്ച പോലീസുകാരങ്ങനെ കാണിച്ചു എന്ന് പറയാനില്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് 5-6 മണിക്കൂർ വെച്ചു. അതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. UDF നടത്തിയ പ്രതിഷേധമാണ് സർക്കാർ നടപടി വേഗത്തിലാക്കിയതെന്നും പ്രതിഷേധത്തിനെതിരെ പരാതിയില്ലെന്നും ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. ജനത്തിൻ്റെ ഉപകാരമാണത്. ജനത്തിൻ്റെ ഉപകാരം അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. ഇന്നലെയാണ് കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. ഇടുക്കി നേര്യമംഗലത്ത് ജനവാസ മേഖലയ്ക്കടുത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. നേര്യമംഗലത്ത് നിന്ന് കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന വഴിയിലാണ് ആന ഇറങ്ങിയത്. 16 ആനകളാണ് ജനവാസ മേഖലയിലൂടെ എത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് 1 മണിക്കൂർ ആനക്കൂട്ടം തമ്പടിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആനയുടെ മുമ്പിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആനയ്ക്ക് പിന്നാലെ RRT സംഘം സ്ഥലത്തെത്തി. ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. വൈകിയെങ്കിലും നടപടി. പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിലാണ് നടപടി. അധികൃതർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവർത്തിച്ചു. സസ്പെൻഷൻ നടപടി പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി സ്വാഗതം ചെയ്തു. സർവകലാശാല ഹോസ്റ്റലുകളിലെ SFI അതിക്രമങ്ങളെക്കുറിച്ച് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലും തുടർ നടപടികളിലും ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥൻ എന്നിവർ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. പുതിയ VC ആയി ഡോക്ടർ PC ശശീന്ദ്രൻ ചുമതലയേറ്റതിന് പിന്നാലെ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടിരുന്നുവെന്നും നിയമപ്രകാരം എല്ലാം ചെയ്തുവെന്നുമാണ് ഇരുവരും നൽകിയ മറുപടി. ഹോസ്റ്റലിലും ക്യാമ്പസിലും ഉണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് സസ്പെൻഷൻ. നടപടി വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. മകന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് കാര്യം പറയുക. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇതിന് പങ്കുണ്ട്. അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും ആരും ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. ഡീനിന് അത് വ്യക്തമായ പങ്കുണ്ടല്ലോ. ഇതിപ്പോ സസ്പെൻഷനിലാക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് അവർ കൊലപാതക കുറ്റത്തിൽ അവര് വിചാരണ നേരിടണം. കൊലപാതക കുറ്റത്തിൽ തന്നെ വിചാരണ നേരിടണം. സർവകലാശാല ഹോസ്റ്റലുകൾ SFI അതിക്രമങ്ങളുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും താവളമായി മാറുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മൗനം പാലിച്ചവരും പ്രതികളാണെന്ന് ഗവർണർ. If some crime is happening before you and you do not report it to the authorities, that itself is a criminal act. This is not only the case of veterinary university. Every university, SFI has turned one hostel into a den of criminal activities. All kind of illegal, unlawful activities. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഹോസ്റ്റലിന്റെ വാർഡൻ എന്ന നിലയ്ക്ക് ഡീന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനും അവിടെ ഉണ്ടായിരുന്നു. 2 പേരും അവരുടെ ചുമതല അവിടെ നിർവഹിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അതിന്റെ ബേസിൽ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം വാക്കാൽ തന്നെ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും T സിദ്ദീഖ് MLA ആവർത്തിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. 24 വയനാട്.
അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് ഡീൻ MK നാരായണനെ പ്രതി ചേർക്കുക, കേസ് CBIക്ക് വിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസും പ്രവർത്തകനും തമ്മിൽ ഏറ്റുമുട്ടി. ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു പ്രവർത്തകന് പരുക്കേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സീവർ എന്നിവരുടെ സംയുക്ത നിരാഹാര സമരം തുടരുകയാണ്. കുറ്റവാളികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും നടപടിയില്ലെങ്കിൽ ഡൽഹിയിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും NSUI ദേശീയ അധ്യക്ഷൻ വരുൺ ചൗധരി 24നോട് പറഞ്ഞു. We waiting for our KSU unit. They sit on the hunger strike. If still government not listen us, then we do a big protest in Delhi. അന്വേഷണം CBIക്ക് വിടണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ടുള്ള നീതിയുടെ പ്രശ്നമാണ്, രാഷ്ട്രീയമില്ല. ഇത് CBI അന്വേഷിക്കണമെന്ന് പറയുന്നത്, CBIക്ക് അങ്ങനെ അന്വേഷിക്കണമെന്ന് പറയുന്നത് ആ ഏജൻസി ഇത്തരം കുറ്റാന്വേഷണ കാര്യങ്ങളിലുള്ള പ്രാപ്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ കേരള പോലീസ് ഇതിൽ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടത് കൊണ്ടാണ്, ആ അന്വേഷണം അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് സത്യാഗ്രഹ സമരവും നടന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. കക്കയത്ത് കർഷകന്റെ ജീവനെടുത്ത കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ ഉത്തരവ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ദൗത്യസംഘം നാളെ കക്കയത്തെത്തും. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിന്ന് പോയിരുന്നുവല്ലോ, കാട് കയറി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനെ മയക്കുവെടി വെക്കുക എന്നത്, അല്ലെങ്കിൽ ഇതിനെ പിടികൂടുക എന്നത് ദുഷ്കരമാവില്ലേ നാളെ? വിജയകുമാർ, അബ്രഹാമിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ ഇപ്പോൾ മയക്കുവെടി വെക്കാനാണ് ഉത്തരവായിട്ടുള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ തന്നെ വനം വകുപ്പ് സംഘം ഈ കക്കയത്ത് എത്തുമെന്നാണ് ഇപ്പോൾ DFOയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രതിസന്ധിയായി പറയുന്നത് കക്കയത്തെ വിവിധയിടങ്ങളിൽ കാട്ടുപോത്തുകളുടെ ശല്യം ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാവുന്നുണ്ട്. വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയതായതാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ സംഭവത്തിന് കാരണക്കാരനായ കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കുന്നത് ദുഷ്കരമാകുമെന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതെ മറ്റ് നിർവാഹമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ ഇബ്രാഹിമിന്റെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ വാക്കാലുള്ള ഒരു ഉറപ്പ് നൽകിയത്. അതിന് പിന്നാലെ വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനും നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതായത് ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്ന്. ആ ഉത്തരവാണ് അല്പസമയത്തിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് കോഴിക്കോട് DFOയും വ്യക്തമാക്കുന്നത്. വിജയകുമാർ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. K സുധാകരൻ രണ്ടാം പ്രതി. മോൻസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. കേസിലെ ആദ്യ കുറ്റപത്രമാണ് എറണാകുളം SCJM കോടതിയിൽ സമർപ്പിച്ചത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോൻസൺ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും തട്ടിപ്പിനു വേണ്ടി K സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് DYSP YR റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ K സുധാകരൻ 10 ലക്ഷം കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 406, 120B വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെന്ന് K സുധാകരനും സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാണ്, ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചന. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്നായിരുന്നു
പരാതിക്കാരനായ MT ഷമീറിന്റെ ആവശ്യം. കെ സുധാകരനെ പ്രതി ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥര്, പ്രത്യേകിച്ച് അന്ന് അവിടെ വന്ന DGP അവിടെ വന്നിട്ടുണ്ട്, ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒപ്പിട്ടിട്ടുള്ള വ്യാജരേഖകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിലൊക്കെ ഇപ്പോഴും പോലീസിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ട കേസാണ്. പക്ഷെ അവരൊന്നും പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല. ജൂണിൽ ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി. 24 കൊച്ചി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. കോടതിയും രാഷ്ട്രപതിയും തള്ളി. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ അച്ചടക്ക നടപടിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അച്ചടക്ക നടപടി റദ്ദാക്കി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഗവർണർ സർക്കാർ പ്രശ്നത്തിൽ വ്യക്തികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിധിയിൽ സന്തോഷമുണ്ടെന്ന് സിസ തോമസ് പ്രതികരിച്ചു. വിശദമായ വാദം പോലും കേൾക്കാതെയാണ് സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ നടപടിയിൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതാണ് സുപ്രീം കോടതി ശരിവച്ചത്. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. I think this attitude that we will try to harm those who do not obey us in itself is problematic. Therefore, I welcome the decision, but I do not wish to say more than that. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗവർണറാണ് സിസ തോമസിനെ KTU VC സ്ഥാനത്തേക്ക് നിയമിച്ചത്. നിയമനം ചട്ടവിരുദ്ധം എന്നായിരുന്നു സർക്കാർ നിലപാട്. സിസ തോമസ് വിരമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം സമീപിച്ചപ്പോഴാണ് സർക്കാർ സുപ്രീം കോടതി സമീപിക്കുന്ന കാര്യം അറിഞ്ഞത്. സുപ്രീം കോടതി നിലപാടിൽ സിസ തോമസ് സന്തോഷമറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. മിൽമ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി. ബില്ലിന് അനുമതി ലഭിക്കാത്തത് സർക്കാരിന് തിരിച്ചടിയായി. എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടെന്നും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പറഞ്ഞു. ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബിൽ. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബിൽ അധികാരം നൽകിയിരുന്നു. ഇതിലൂടെ മിൽമയുടെ ഭരണം പിടിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിനാണിപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്നാൽ നിയമസഭ അംഗീകരിച്ച ബില്ലാണെന്നും മിൽമയുടെ പ്രവർത്തനം സുഗമമായി നടക്കുകയാണെന്നുമായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളെല്ലാം ഗവർണർ കാണണമെന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമുള്ള സ്ഥാപനങ്ങളിലെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം നിന്നത്. അവസാനം അത് രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ പിന്തള്ളിയിരിക്കുന്നത്. നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു, ഹൈക്കോടതി അതിനുള്ള അനുമതി തന്നു. ഇപ്പോൾ മിൽമയുടെ ഭരണം വളരെ സുഗമമായ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ഒപ്പിടാതെ 7 ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ക്ഷീരസംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ 7 ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം 4ആയി. ഒരു ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി ഇതുവരെ അംഗീകാരം നൽകിയത്. ലോകായുക്ത ബില്ലിലാണ് രാഷ്ട്രപതി ഒപ്പിട്ടത്. 24 തിരുവനന്തപുരം. ബംഗാളിലെ നീക്കങ്ങൾ. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗാംഗുലി രാജിവെച്ചു. ഉടൻ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തംലുക് മണ്ഡലത്തിൽ അഭിജിത്ത് ഗാംഗുലി സ്ഥാനാർത്ഥിയായേക്കും. ബംഗാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒട്ടേറെ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ജഡ്ജിയാണ് അഭിജിത്ത് ഗാംഗുലി. സേവന കാലയളവിൽ തന്നെ ഒരു ജഡ്ജി രാജി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അത്യപൂർവ അവസരത്തിനാണ് കൽക്കട്ട ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനത്തെ കണ്ട് അഭിജിത്ത് ഗാംഗുലി രാജിക്കത്ത് കൈമാറി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർക്ക് രാജിക്കത്ത് അയച്ചതായി അഭിജിത്ത് ഗാംഗുലി അറിയിച്ചു. വസതിയിൽ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം BJPയിൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. അഴിമതിക്കെതിരെ പോരാടാനും
TMCയെ കൂട്ടിലാക്കാനും കഴിയുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് BJP എന്ന അഭിജിത് ഗാംഗുലി. Both sides. I also approached BJP. BJP also approached me. I am not planning to contest. It is BJP who will decide. That will be seen in future. Whether they are supporting all the persons who are supporting me and still supporting me or not. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗാംഗുലി ബംഗാളിലെ തംലൂക്ക് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന. 2009 മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയാണ് തംലൂക്ക് മണ്ഡലം. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്താണ് അഭിജിത് ഗാംഗുലിയുടെ രാഷ്ട്രീയ പ്രവേശനം. എന്നാൽ ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃണമൂലടക്കം എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു. പശ്ചിമബംഗാൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ നിരവധി വിധികളും പരാമർശങ്ങളിലൂടെയുമാണ് അഭിജിത് ഗാംഗുലി വാർത്തകളിൽ ഇടം നേടിയത്. 24 ഡൽഹി. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരായ അന്വേഷണം CBIക്ക് കൈമാറി. കൽക്കട്ട ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് നൽകാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരായ അന്വേഷണത്തിൽ പശ്ചിമബംഗാൾ പോലീസിന് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വന്നത്. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. CBI അന്വേഷണമാണ് ED ആവശ്യപ്പെട്ടത്. EDയുടെ ആവശ്യം അംഗീകരിച്ച കൽക്കട്ട ഹൈക്കോടതി ഷാജഹാനെ CBIക്ക് കൈമാറാൻ പശ്ചിമബംഗാൾ പോലീസിനോട് നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങൾ ചീഫ് ജസ്റ്റിസിന് മുൻപിൽ സമർപ്പിക്കാൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വിയോട് പറഞ്ഞു. സന്ദേശ് ഖാലി വിഷയത്തിൽ ABVP പ്രവർത്തകർ ഇന്ന് ഡൽഹി ബംഗാൾ ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് മുന്നേറിയതിനെ തുടർന്ന് ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 ഡൽഹി. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ GN സായിബാബ കുറ്റവിമുക്തൻ. ബോംബെ ഹൈക്കോടതിയുടേതാണ് സായിബാബ അടക്കം 6 പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവ്. ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും ഇനിയും തടസ്സങ്ങളുമായി സർക്കാർ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് പ്രതീക്ഷയെന്നും സായിബാബയുടെ കുടുംബം 24നോട് പറഞ്ഞു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത GN സായിബാബ അടക്കമുള്ളവരെ 2017 ഗഡ്ചിറോളിയിലെ വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എന്നാൽ 2022 ഒക്ടോബറിൽ അദ്ദേഹത്തെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. അനുമതി കിട്ടാതെ വിചാരണ തുടങ്ങിയതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി GN സായിബാബ നൽകിയ അപ്പീൽ പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ ഉത്തരവ് വന്ന അതേ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും വിധി നടപ്പാക്കുന്നത് തടയുകയും ചെയ്തു. പിന്നീട് ഇരു വിഭാഗങ്ങളെയും കേട്ട ശേഷം വിശദമായ വിചാരണ നടത്താൻ ബോംബെ ഹൈക്കോടതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെയാണ് ബോംബെ ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പരമോന്നത കോടതിയുടെ നിർദ്ദേശപ്രകാരം വിശദ വിചാരണ നടത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും പ്രതികളെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ആകെയുള്ള 6 പ്രതികളിൽ ഒരാൾ ജയിലിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു. 2022 വിധിക്കെതിരെ ആരും അപ്പീൽ പോയില്ലെന്നാണ് പ്രതീക്ഷയെന്ന് GN സായിബാബയുടെ കുടുംബം 24നോട് പറഞ്ഞു. ഒപ്പം നിന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നന്ദിയെന്നും ഭാര്യ വസന്ത പ്രതികരിച്ചു. വീൽചെയർ സഹായത്തിൽ കഴിയുന്ന GN സായിബാബ നിലവിൽ നാഗ്പൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24 ന്യൂസ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.